ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോംകെയിനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4th മോഡ്യൂളിൻ്റെ ബാക്കി പോർഷൻ നോക്കാൻ പോവുകയാണ്. സോ ആദ്യം വേസ്റ്റ് ലാൻഡ് റിക്ലമേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വേസ്റ്റ് ലാൻഡ്? സോ ഒരു ലാൻഡ് തന്നെയാണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മീൻസ് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള മീൻസ് കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്ത് അൺപ്രൊഡക്റ്റീവായിട്ട് പോയൊരു ലാൻഡ് പിന്നീട് അഗ്രികൾച്ചറിനോ മറ്റ് ഒരു പ്രൊഡക്റ്റീവ് പർപ്പസസിനോ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാതെ നോൺ പ്രൊഡക്റ്റീവായിട്ട് മാറിയ ലാൻഡിനെയാണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. വാട്ടർ ലോക്ക്ഡ് ലാൻഡ്, ദെൻ ഡിഗ്രേഡഡ് ഫോറസ്റ്റ് ലാൻഡ്, സ്ട്രിപ്പ് ലാൻഡ്, മൈൻ സ്പോയിൽഡ് ലാൻഡ്, എക്സെട്ര. ദെൻ അടുത്തതായി പറയുന്നത് ഇന്ത്യയിലെ ടോട്ടൽ ലാൻഡ് ഏരിയ 328 മില്യൺ ഹെക്ടേഴ്സ് ആണ്. അതിൻ്റെ 24% വേസ്റ്റ് ലാൻഡാണ്. ദെൻ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങൾ, ജപ്പാൻ, USA തുടങ്ങിയ രാജ്യങ്ങളിലെ വേസ്റ്റ് ലാൻഡിനെയും കൾട്ടിവേറ്റഡ് ഏരിയയുടെയും ഫോറസ്റ്റ് ലാൻഡിൻ്റെയും പാസ്ചർ ലാൻഡിൻ്റെയൊക്കെ പെർസെൻറ്റേജ് എത്രയാണെന്ന് പറയുന്ന ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് വേസ്റ്റ് ലാൻഡ്സ്. വേസ്റ്റ് ലാൻഡ്സ് മെയിൻലി നമുക്ക് 2 കാറ്റഗറിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കൾച്ചറബിളും നോൺ കൾച്ചറബിളും. കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫോറസ്റ്റേഷൻ പർപ്പസസിന് നമുക്ക് പിന്നീട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി അതൊരു വേസ്റ്റ് ലാൻഡാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലാൻഡിനെ വീണ്ടും പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള വേസ്റ്റ് ലാൻഡുകളെ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന കാറ്റഗറിയിലോട്ടും, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പിന്നീട് അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, അത്തരത്തിലൊരു വേസ്റ്റ് ലാൻഡായിട്ട് മാറിക്കഴിഞ്ഞെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റ് ലാൻഡ്സിനെ നോൺ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ് എന്ന കാറ്റഗറിയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ്സിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ലോക്ക്ഡ് ആൻഡ് മാർഷി ലാൻഡ്, ഡിഗ്രേഡഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ്, ദെൻ ഡിഗ്രേഡഡ് പാസ്ചേഴ്സ്, എക്സെട്ര. ദെൻ ഇങ്ങനെയുള്ള ഈ കൾച്ചറബിൾ ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്സിനെ അൺയൂസ്ഫുൾ ആക്കി മാറ്റുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സോയിലിലെ alkalinity, second one soil erosion, third one unfavorable ആയിട്ടുള്ള geographic conditions. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സാണ് ഈ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ്സിനെ അൺപ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയൊക്കെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ലാൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ലാൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ വീണ്ടും പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. ദെൻ നോൺ കൾച്ചറബിൾ വേസ്റ്റ് ലാൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്? സാൻഡി ഡെസേർട്സ്, അൺഇവൻ ലാൻഡ്സ്, ഹൈ മൗണ്ടനീസ് ലാൻഡ്സ്, ദെൻ സ്നോ കവേർഡ് ലാൻഡ്, റോക്കി ലാൻഡ്, ലാൻഡ് ഓൺ സ്റ്റീപ്പ് സ്ലോപ്സ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ലാൻഡ്സ്. ദെൻ എങ്ങനെ ഈ വേസ്റ്റ് ലാൻഡ്സിനെ റീക്ലെയിം ചെയ്യാം, അതിന് കുറച്ച് മെഷേഴ്സ് പറയുന്നുണ്ട്. റീക്ലെയിമേഷൻ എന്ന് പറയുമ്പോൾ റീക്ലെയിം ചെയ്യുക, വീണ്ടും നമ്മൾ നേടിയെടുക്കുക എന്നാണ് അതിൻ്റെ ഒരു മീനിങ് പറയുന്നത്. Reclamation of waste land means reclaiming it, that is to develop, to put to productive uses. Okay, വീണ്ടും അതിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്ന തരത്തിൽ ലാൻഡിനെ വീണ്ടെടുക്കുക, ദാറ്റ് ഇസ് വാട്ട് റീക്ലമേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് മെഷേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഫോറസ്റ്റേഷനാണ്. അഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റസ് കൂടുതൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുക, ട്രീസിൻ്റെയും അതുപോലെ, അതായത് അവിടെ വെജിറ്റേഷൻ എൻകറേജ് ചെയ്യുക ആ ഒരു ഏരിയയിൽ. ദെൻ നെക്സ്റ്റ് വൺ റീഫോറസ്റ്റേഷൻ. റീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ആ ലാൻഡിൽ ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രീസും ഷ്രബ്സും ഒക്കെ പ്ലാന്റ് ചെയ്യാം. സോ ഫോറസ്റ്റിനെ റീസ്റ്റോർ ചെയ്യുമ്പോൾ അത് വാട്ടർ ലോഗിങ്, ഫ്ലഡ്, സോയിൽ ഇറോഷൻ ഇൻക്രീസ്, ദെൻ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. റീഫോറസ്റ്റേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, വാട്ടർ ലോഗിങ്, ഫ്ലഡ്, സോയിൽ ഇറോഷൻ തുടങ്ങിയ ഇത്തരത്തിലുള്ള നേച്ചുറൽ ഡിസാസ്റ്റേഴ്സിനൊക്കെ ഒരു എക്സ്റ്റെൻഡ് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്. ദെൻ ദ തേർഡ് മെഷർ ഈസ് പ്രൊട്ടക്ടിങ് സോയിൽ ഇറോഷൻ ബൈ പ്രൊവൈഡിങ് ഗ്രൗണ്ട് കവർ. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന ക്രോപ്പ് റെസിഡ്യൂസ് ലാൻഡിൽ തന്നെ എന്ത് ചെയ്യുക, ലീവ് ചെയ്യുക. സോ ഇത് ഗ്രൗണ്ട് കവറായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇത് സോയിൽ ഇറോഷൻ, അതുപോലെ സോയിലിൽ നിന്നും
സോയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സഹായിക്കും. സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ സോയിൽ എപ്പോഴും ഹ്യൂമിഡ് കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഇവാപ്പറേഷൻ കൂടുതലായിട്ട് ഉണ്ടാകില്ല. അങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഒക്കെ ഈ ഗ്രൗണ്ട് കവറിന് ഉണ്ട്. ദെൻ ഫോർത്ത് മെഷർ എന്ന് പറയുന്നത് മൾച്ചിങ് ആണ്. മൾച്ചിങ് മീൻസ് പ്രൊവൈഡിങ് പ്രൊട്ടക്റ്റീവ് കവർ ടു സ്റ്റോപ്പ് ദ ഷിഫ്റ്റിംഗ് ഓഫ് സാൻഡ്. ഓക്കെ, അത് പറഞ്ഞാൽ ഈ മണ്ണ് പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവർ എന്ത് ചെയ്യുക, സോയിലിലും കൊടുക്കുക. അതിനെയാണ് മൾച്ചിങ് എന്ന് പറയുന്നത്. ഇത് ഗ്രൗണ്ട് കവർ പോലെ തന്നെ ഇവാപ്പറേഷൻ്റെ റേറ്റ് കുറയ്ക്കുന്നു, സോയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സോയിൽ മോയ്സ്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സോയിൽ ഇറോഷൻ വിൻഡ് കാരണം ഉണ്ടാകുന്നു, മീൻസ് വിൻഡ് ഇറോഷൻ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ എന്തൊക്കെ മൾച്ചായിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഓർഗാനിക് മാറ്റർ ആൻഡ് പ്ലാന്റ്സ് ലൈക്ക് maize stalks, cotton stalks, tobacco stalks, potato stalks, ഇതൊക്കെ മൾച്ചായിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ altering the ground topography on downhills. Water running down the hill roots soil and carries along with itself. This can be minimized by laying the grass strips in boundaries and making the ground topography in following styles. സോ ഇങ്ങനെ വെള്ളം ഈ ഡൗൺ ഹിൽസിലെ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് അതിനോടൊപ്പം മണ്ണ് ഒലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചില ഫാമിംഗ് മെത്തേഡ്സ് പറയുന്നുണ്ട്. സ്ട്രിപ്പ് ഫാമിംഗ്, ദെൻ ടെറസിങ്, കോണ്ടോ പ്ലോയിങ്, ടൈഡ് റിച്ചസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിംഗ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡൗൺ ഹിൽസിലൊക്കെയുള്ള എറോഷൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലീച്ചിങ്, അനദർ മെഷർ എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്. അതായത് സോയിലിലെ സലൈനിറ്റി എങ്ങനെ കുറയ്ക്കാൻ പറ്റും, കൂടുതൽ വെള്ളം യൂസ് ചെയ്തിട്ടെന്നാണ് പറയുന്നത്. ദെൻ പ്രൊട്ടക്റ്റിംഗ് ദ റിവർ ബാങ്ക്, റിവറിന് സൈഡിലായിട്ട് വരുന്ന ആ ഒരു ഫെർട്ടൈൽ ലാൻഡ് ഉണ്ടല്ലോ, അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് ലാൻഡായിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ റീക്ലെയിം ചെയ്യാം, അവിടെ വീണ്ടും വെജിറ്റേഷൻ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക, വെജിറ്റേഷൻ അവിടെ പ്ലാന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ കോൺക്രീറ്റ് പിച്ചിങ്, സ്റ്റോൺ വെച്ചിട്ടൊക്കെ ഫെൻസൊക്കെ കെട്ടുന്നതിലൂടെ പെട്ടെന്ന് മണ്ണ് ഇങ്ങനെ അവിടെയുള്ള ഫെർട്ടൈൽ ലാൻഡിലോട്ട് സോയിൽ റിവറിലോട്ട് വീണ് അങ്ങനെ വീഴാതെ ആ ഒരു ലാൻഡിനെ അതുപോലെ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ചേഞ്ചിങ് ദി അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, നേരത്തെ പറഞ്ഞ പോലെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് മാറ്റുന്നതും ഒരു മെഷർ തന്നെയാണ് വേസ്റ്റ് ലാൻഡ് റിക്ലെയിം ചെയ്യുന്നതിന്. മിക്സഡ് ക്രോപ്പിംഗ്, ദെൻ ക്രോപ്പിംഗ് ഓഫ് പ്ലാന്റേഷൻ, ക്രോപ്പ് റൊട്ടേഷൻ തുടങ്ങിയ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് കൺട്രോളിങ് ദ ഫോർമേഷൻ ഓഫ് ഗള്ളീസ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതായിട്ട് നല്ല സ്പീഡിൽ വരുന്ന വെള്ളം ചെറിയ കുഞ്ഞു സ്ട്രീംസ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് ഗള്ളീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗള്ളീസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതെങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഈ ഡ്രെയിൻസിൻ്റെ ഡൈവേർഷൻ, അതുപോലെ ബൺസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ, ദെൻ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെയൊക്കെ ഇതിൻ്റെ ഫോർമേഷനും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫൈനൽ വൺ, ഇക്കോളജിക്കൽ സക്സഷൻ. ആ വേസ്റ്റ് ലാൻഡിൽ തനിയെ എന്ത് ചെയ്യുക, വെജിറ്റേഷൻ വളർന്നു വരാൻ അനുവദിക്കുക. നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതിന് പകരം അവിടെ ആദ്യം കുഞ്ഞു പുല്ലുകൾ കിളിർത്ത് വരും, പിന്നെ ചെറിയ ചെടികൾ, പിന്നെ മരങ്ങൾ, അങ്ങനെ തനിയെ അവിടെ നേച്ചുറലായിട്ട് അവിടെ വെജിറ്റേഷൻ ഉണ്ടാകുന്നത് എൻകറേജ് ചെയ്യുക എന്നതാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന ഒരു മെഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ദ മെഷേഴ്സ് ടു റിക്ലെയിം വേസ്റ്റ് ലാൻഡ്സ്. ദെൻ നെക്സ്റ്റ് ഇസ് കൺസ്യൂമറിസം ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ്. അപ്പോൾ പ്രസൻറ്റ് എറ എന്ന് പറയുന്നത് എറ ഓഫ് കൺസ്യൂമറിസം ആണ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേസ്റ്റ് പ്രോഡക്ട്സിൻ്റെ എണ്ണവും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് 3 ഇൻസ്റ്റൻസസ് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ 2000 ഇന്ത്യയിലെ കമ്പ്യൂട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4.5 per 1000 പീപ്പിളായിരുന്നു. പക്ഷേ ഒരു വർഷത്തിന് ശേഷം 2001 ആ ഒരു ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 4.5 നിന്നും 6.1 ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡായിട്ട് നോക്കുകയാണെങ്കിൽ 26ഉം ചൈനയിൽ 13.2 ആയിരുന്നു ഇതേ ഒരു സമയത്ത് കമ്പ്യൂട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2002 ഇന്ത്യയിൽ 6 മില്യൺ സെൽഫോൺസ് ആയിരുന്നു എങ്കിൽ ചൈനയിൽ അത് 22.5 മില്യൺ ആയിരുന്നു. 2007 ആയപ്പോൾ ഈ നമ്പർ 5 times ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് ഇൻസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ജനുവരി 2000
വേൾഡ് വൈഡുള്ള കാർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 50 crore ഓട്ടോ വെഹിക്കിൾസ് എന്ന് പറയുന്നത് 16 crore ആയിരുന്നു. അപ്പോൾ അതേ സമയത്തുണ്ടായിരുന്ന ആ വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ ജനറേഷൻ, അല്ലെങ്കിൽ എന്തുമാത്രം ആയിരുന്നിട്ടുണ്ടാകും വേസ്റ്റ് പ്രൊഡക്ട്സ്, അതിവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ഇൻസ്റ്റൻസസും ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ സ്ട്രാറ്റജീസ് ടു പ്രൊട്ടക്ട് എൻവയോൺ ഫ്രം വേസ്റ്റ് പ്രൊഡക്ട്സ്. വേസ്റ്റ് പ്രൊഡക്ട്സിൽ നിന്നും എങ്ങനെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യും, അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഒബ്സർവിങ് ദി ഇൻഡസ്ട്രിയൽ ഇക്കോളജി. അതായത് ഈ ഇക്കണോമിക് വാല്യൂ ഉള്ള ബൈ പ്രോഡക്ട്സിനെ എന്ത് ചെയ്യുക, വേസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഇക്കണോമിക് വാല്യൂ ഉള്ള ബൈ പ്രോഡക്ട്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെൻറ്റിന് അത് ഹാംഫുള്ളും ആകില്ല, എന്നാൽ ഇൻഡസ്ട്രിയലിസ്റ്റിന് അതിൽ നിന്ന് പ്രോഫിറ്റും കിട്ടും. ദെൻ പിഗോവിയൻ ടാക്സസ്. സോ പിഗോവിയൻ ടാക്സസ് എന്ന് പറയുമ്പോൾ ഈ ടാക്സസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നവരിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സാണ് പിഗോവിയൻ ടാക്സ്. ഈ ടാക്സ് അവർ വിൽക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ റീറ്റെയിൽ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. സോ ഇത് അവരെന്ത് ചെയ്യും, എന്തിന് എൻകറേജ് ചെയ്യും, ചീപ്പറും റീസൈക്ലബിളും ആയിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാൻ അവർ എൻകറേജ് ചെയ്യും. തേർഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗ്രീൻ മാർക്കറ്റിംഗ് ആണ്. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. ദെൻ ഫോർത്ത് വൺ, ഇക്കോ ലേബലിംഗ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് ആ പ്രൊഡക്റ്റിൽ ലേബിൾ ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ്സ് ഇക്കോ ലേബലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. മാനുഫാക്ചേഴ്സ് ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സിനെ എൻകറേജ് ചെയ്യുന്നു. കൺസ്യൂമേഴ്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാം, ഇത് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ കൺസ്യൂമേഴ്സിന് ഒരു ഗ്രീൻ വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി അവരെ അവെയർ ആക്കുക, അതിനോട് അവരെ ഫേവറബിൾ ആക്കുക. അങ്ങനെ ഒരു ടെൻഡൻസി അവരിൽ വളർത്തിയെടുക്കുക. ദിറ്റ്സ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കോ ലേബലിംഗ്. ദെൻ ഇക്കോ മാർക്ക്. ഇന്ത്യയുടെ ഇക്കോ ലേബലിംഗ് സ്കീമിനെ ഇക്കോ മാർക്ക് എന്നാണ് പറയുന്നത്. 1991 ഇത് കൊണ്ടുവന്നത്. ദെൻ ഇത് മെയിനായിട്ട് കൊണ്ടുവന്നത് എന്തിനെന്ന് വെച്ചാൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സിന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ദെൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഇൻസ്പെക്ഷൻ ആണ് ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ടു പ്രൊവൈഡ് എൻ ഇൻസെൻറ്റീവ് ഫോർ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ടു റെഡ്യൂസ് അഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഓഫ് പ്രൊഡക്ട്സ്. സോ അവരുടെ പ്രോഡക്ട്സിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ ജെന്യുവിൻ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, അതായത് അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്ന കമ്പനീസിനെ റിവാർഡ് ചെയ്യുക. അതുപോലെ കൺസ്യൂമേഴ്സിനെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ അവെയർ ആക്കുക, അവരതിനെ ഹെൽപ്പ് ചെയ്യുക. ദെൻ സിറ്റിസൺസിനെ എന്താ ചെയ്യുക, ലെസ് ഹാർംഫുൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എൻകറേജ് ചെയ്യുക. ആൻഡ് ദ ഫൈനൽ വൺ എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ടു ഇൻക്രീസ് ദ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. സോ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എൻകറേജ് ചെയ്യുക. ഇതൊക്കെയാണ് ഇക്കോ മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലോ അത് യൂസ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്ന രീതിയിലോ എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ഹാം അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ആ ഒരു ഹാം ക്രിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ള പ്രോഡക്റ്റിനെയാണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പോർഷൻ. ഈ മോഡ്യൂൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മോഡ്യൂളിലെ മറ്റ് വീഡിയോസ് കാണാൻ ഏതെങ്കിലും ഫ്രണ്ട്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അതൊന്ന് നോക്കിയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഉറപ്പായും കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനലിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എനിക്കുള്ള സപ്പോർട്ട്. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.